എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻസിനെ കുറിച്ചാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. റിഫ്ലെക്സീവ് റിലേഷൻ്റെ ബേസിക് ഡെഫിനേഷൻ പറഞ്ഞു, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം റിഫ്ലെക്സീവ് റിലേഷൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ കാണും. ആൻഡ് പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിഫ്ലെക്സീവ് റിലേഷൻസിൽ എത്ര എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും, ഒരു ഫൈനൈറ്റ് സെറ്റിൽ എത്ര റിഫ്ലെക്സീവ് റിലേഷൻസിനെ നമുക്ക് പോസിബിൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് മുമ്പ് റിഫ്ലെക്സീവ് റിലേഷൻ്റെ ഒരു എക്സാമ്പിളും കൂടി കാണാം നമുക്ക്. ഫോർ എക്സാമ്പിൾ, ലെറ്റ് ക്യാപിറ്റൽ T ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ triangles in a plane and R is a relation defined on T given by R is equal to set of all ordered pair T1 comma T2 such that T1 is congruent to T2 where T1 and T2 belongs to T. Okay. So let T equal to set of all triangles in a plane and R is a relation defined on T given by R is equal to set of all ordered pair T1 T2 such that T1 is congruent to T2 and T1 comma T2 belongs to T. സോ ഇത്ര നേരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട റിലേഷൻസ് എല്ലാം ഒരു ഫൈനൈറ്റ് സെറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതായിരുന്നു. സെറ്റ് 1 2 3 എക്സെട്ര അപ് ടു 15, അതുപോലെ സെറ്റ് 1 2 3 4 ഇങ്ങനെ പറയുന്ന റിലേഷൻസ് അത്രയും ഫൈനൈറ്റ് സെറ്റുകളിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മളൊന്ന് ഡിഫറെന്റ് ആയിട്ട് വേറൊരു ടൈപ്പ് ഓഫ് സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. സെറ്റ് എന്താ നമ്മൾ എടുത്തിരിക്കുന്നത്? ക്യാപിറ്റൽ T എന്നാണ് നമ്മൾ സെറ്റിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. ക്യാപിറ്റൽ T ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. അപ്പൊ സെറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ? ഒരു പ്ലെയിനിൽ കിടക്കുന്ന എല്ലാ ട്രയാങ്കിൾസിന്റെയും കളക്ഷൻ, അതാണ് നമ്മുടെ സെറ്റ്. അപ്പൊ ആ ഒരു സെറ്റ് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ നേരത്തെ സെറ്റ് എഴുതിയ പോലെ സെറ്റ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ആ സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഒരുപാട് ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും ഒരു പ്ലെയിനിൽ. നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയാങ്കിൾസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ജനറലി അതിന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് റോസ്റ്റർ ഫോമിലൊന്നും എഴുതി നമുക്ക് റിലേഷനെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിൽ, T എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്, R എന്ന് പറയുന്ന റിലേഷൻ, R is a relation defined on T. ഈ സെറ്റിൽ T എന്ന് പറഞ്ഞ സെറ്റ് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസിന്റെ ആണ്. അപ്പൊ ട്രയാങ്കിൾസിന്റെ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? R is equal to set of all ordered pair T1 T2. അപ്പൊ നമ്മുടെ സെറ്റിലുള്ള ആൾക്കാരൊക്കെ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ T1 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്, T2 എന്ന് പറയുന്നത് വേറൊരു ട്രയാങ്കിൾ ആണ്. അപ്പൊ T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ T2 എന്ന് പറയുന്ന ട്രയാങ്കിളിനോട് റിലേറ്റഡ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? T1 റിലേറ്റഡ് ടു T2 ആവണമെങ്കിൽ T1 ഈസ് കോൺഗ്രുവന്റ് ടു T2. അപ്പൊ T1 ഉം T2 പരസ്പരം കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആയിരിക്കണം. അപ്പൊ T1 ഉം T2 നമ്മുടെ ക്യാപിറ്റൽ Tയിലുള്ള എലമെന്റ്സ് ആണ്, അതായത് ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, എപ്പോഴാണ് നമ്മുടെ റിലേഷനിൽ ഒരു പെയർ വരിക? T1 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും T2 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും റിലേറ്റഡ് ആവണമെങ്കിൽ T1 ആൻഡ് T2 മസ്റ്റ് ബി കോൺഗ്രുവന്റ്. അതായത് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ് നമ്മുടെ റിലേഷൻസിൽ ഓർഡേർഡ് പെയേഴ്സിൽ വരുള്ളൂ, അല്ലെങ്കിൽ റിലേറ്റഡ് ആവുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, T1 T2നോട് റിലേറ്റഡ് ആവണമെങ്കിൽ T1 T2നോട് കോൺഗ്രുവന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ എന്താ നമുക്ക് അറിയാം. ഒരു ട്രയാങ്കിൾ വേറൊരു ട്രയാങ്കിളിനോട് കോൺഗ്രുവന്റ് ആവണമെങ്കിൽ ആ ട്രയാങ്കിളിനെയും T1 എന്ന് പറയുന്ന ട്രയാങ്കിളിനെയും T2 എന്ന് പറയുന്ന ട്രയാങ്കിളിനെയും നമുക്ക് ഒരുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം, അല്ലെ? സോ നോക്കാം, ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്നാണ് ചോദ്യം. അപ്പൊ ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ സാധാരണ മുന്നേ ഉള്ള ചോദ്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം ഈ റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതും. ആ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ അതിൽ ഓരോ എലമെന്റ്സും നമ്മൾ റിഫ്ലെക്സീവ് എലമെന്റ്സ്, റിഫ്ലക്റ്റഡ് ഇമേജസ് ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ റിഫ്ലെക്സീവ് ആയിരിക്കും, അല്ലെങ്കിൽ റിഫ്ലെക്സീവ് അല്ല. അങ്ങനെയാണ് നമ്മൾ പറയാറ്.
ഈ കേസിൽ നമുക്ക് അങ്ങനെ ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല. കാരണം ഇത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് ഒന്നാമത്. പിന്നെ ട്രയാങ്കിൾസ് ഏതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ട് നമുക്ക് എടുത്തിട്ട് ഈ ട്രയാങ്കിളിനോടൊന്നും നമുക്ക് പോസിബിൾ ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല, ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല. ഇപ്പൊ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റ്സിന് ഈ പെയറിനോട് റിലേറ്റഡ് ആണ്, ഈ പെയറിനോട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് കോമ ഇട്ടിട്ട് സെറ്റ് ബ്രാക്കറ്റ് ഇട്ട് എഴുതിയിട്ട് അതിൽ നിന്ന് നമുക്ക് റിഫ്ലെക്സിവിറ്റി നോക്കാനൊന്നും പോസിബിൾ അല്ല. അപ്പൊ ഇങ്ങനെ ഇൻഫൈനൈറ്റ് എലമെന്റ്സ് വരുന്ന സെറ്റിന്റെ കേസിൽ നമുക്ക് എല്ലാം എഴുതി നോക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ എന്താ ചെയ്യുമെങ്കിൽ നമ്മൾ ആ സെറ്റിൽ ഒരു ആർബിട്രറി എലമെന്റ് എടുക്കും. അങ്ങനെ ആർബിട്രറി എലമെന്റ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുന്ന എലമെന്റ് ഏത് വേണമെങ്കിലും ആവാം ആ സെറ്റിലെ. അപ്പൊ നമ്മളൊരു ആർബിട്രറി എലമെന്റ് ചൂസ് ചെയ്യും. അങ്ങനെ ആ ആർബിട്രറി എലമെന്റ് ചൂസ് ചെയ്തിട്ട് അതിന് നമ്മൾ റിഫ്ലെക്സിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കും. അപ്പൊ ജനറലി നമ്മൾ എന്ത് പറയും, എല്ലാ കേസിലും റിഫ്ലെക്സീവ് ആണെന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാം. ഒരു ആർബിട്രറി എലമെന്റ് എടുക്കുക. സെലക്ട് സം t1 belongs to capital T. അപ്പൊ t1 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഞാൻ എവിടെ നിന്ന് എടുത്തു, നമ്മുടെ സെറ്റിൽ നിന്ന്. is an arbitrary element, be an arbitrary element. അപ്പൊ ഒരു ആർബിട്രറി എലമെന്റ് എടുത്തു. അപ്പൊ t1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ T എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു ആർബിട്രറി എലമെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ആർബിട്രറി എലമെന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, t1 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. നമുക്ക് ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത്. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ t1 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ ആ t1 എന്തിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം, t1 തന്നെ റിലേറ്റഡ് ആയിരിക്കണം അല്ലെ. അപ്പൊ t1 തന്നെ റിലേറ്റഡ് ആവണം എന്ന് പറഞ്ഞാൽ t1 t2 റിലേറ്റഡ് ആവണമെങ്കിൽ t1 t2 എന്തായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ റിലേഷനിൽ കോൺഗ്രുവന്റ് ആയിരിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ കോൺഗ്രുവൻസി ഹോൾഡ് ചെയ്യുന്ന ട്രയാങ്കിൾസേ റിലേറ്റഡ് ആവുള്ളൂ. അപ്പൊ കോൺഗ്രുവൻസി ഹോൾഡ് ചെയ്യുന്ന ട്രയാങ്കിൾസേ റിലേറ്റഡ് ആവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് t1 എന്ന് പറയുന്നത് t1 റിലേറ്റഡ് ആവുമോ. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നമുക്ക് നോക്കേണ്ടത് എന്താ, t1, t1 എന്ന് പറയുന്ന പെയർ എവിടെ ഉണ്ടായിരിക്കണം, നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം അല്ലെ. ഫോർ എവരി t1 belongs to T, ഏത് ഒരു എലമെന്റ് t1, ഏതൊരു ട്രയാങ്കിൾ ഞാൻ ക്യാപിറ്റൽ T എന്ന് പറഞ്ഞ സെറ്റിൽ എടുത്താലും ആ ട്രയാങ്കിൾ അതേ ട്രയാങ്കിളിനോട് റിലേറ്റഡ് ആയാൽ മാത്രമേ നമ്മുടെ റിലേഷനിൽ അയാൾ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതെന്താവുള്ളൂ, റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുന്നത് t1 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എടുത്തു. അപ്പൊ t1 തന്നെ റിലേറ്റഡ് ആയിരിക്കുമോ, നമുക്കറിയാം. ഒരു ട്രയാങ്കിൾ എടുത്തു എന്ന് വിചാരിക്കുക, t1 എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതാണെന്ന് വിചാരിക്കുക. അപ്പൊ t1 എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതാണെങ്കിൽ ആ t1 എന്ന് പറയുന്ന ട്രയാങ്കിൾ അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആണ്. അത് നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പൊ t1 is always congruent to t1 itself. t1 എന്ന് പറയുന്ന ട്രയാങ്കിൾ t1 തന്നെ കോൺഗ്രുവന്റ് ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, t1 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിന് തന്നെ കോൺഗ്രുവന്റ് ആയിരിക്കും. അപ്പൊ t1 കോൺഗ്രുവന്റ് ടു t1 തന്നെ ആണെങ്കിൽ t1 എന്ന് പറയുന്ന പെയർ എവിടെ വരും, നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കുക, let t1 belongs to capital T and be arbitrary. അത് ആർബിട്രറി എലമെന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ആർബിട്രറി എലമെന്റ് എടുത്താൽ നമുക്ക് അറിയാം, we know that every triangle is congruent to itself. അപ്പൊ ഏത് ട്രയാങ്കിൾ എടുത്താലും ആ ട്രയാങ്കിൾ അതേ ട്രയാങ്കിളിനോട് കോൺഗ്രുവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ t1 എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ ക്യാപിറ്റൽ T എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് എടുത്തു. അപ്പൊ t1 എന്ന് പറയുന്ന ട്രയാങ്കിൾ which implies t1 is congruent to t1 അല്ലേ. അപ്പൊ t1 എന്ന് പറയുന്ന ട്രയാങ്കിൾ t1 തന്നെ റിലേറ്റഡ് ആണ്, കോൺഗ്രുവന്റ് ആണ് എന്ന് പറഞ്ഞാൽ which implies t1, t1 belongs to R അല്ലെ. t1 t2 കോൺഗ്രുവന്റ് ആണെങ്കിൽ t1 is related to t2. അപ്പൊ t1 തന്നെ കോൺഗ്രുവന്റ് ആണ് നമുക്കറിയാം. ഒരു ട്രയാങ്കിൾ എടുത്താൽ ആ ട്രയാങ്കിൾ അതേ ട്രയാങ്കിളിന് കോൺഗ്രുവന്റ് ആണ്. സോ t1 is congruent to t1 എന്ന് പറഞ്ഞാൽ t1 is related to t1. അപ്പൊ t1 എന്ന് പറയുന്ന പെയർ എവിടെ ഉണ്ടായിരിക്കും, റിലേഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ t1 എന്ന് പറഞ്ഞ എടുത്ത എലമെന്റ് ആർബിട്രറിയാ, അത് ഇതിന്റെ ഏത് ട്രയാങ്കിൾ വേണമെങ്കിലും ആവാം. അപ്പോ ഏത് ട്രയാങ്കിൾ എടുത്താലും ആ ട്രയാങ്കിൾ അതേ ട്രയാങ്കിളിന് കോൺഗ്രുവന്റ് ആണ്. സോ ദാറ്റ് ഈസ് ഏത് ട്രയാങ്കിൾ എടുത്താലും ആ ട്രയാങ്കിളുമായി റിലേറ്റഡ് ആയിരിക്കും. അപ്പോ സെയിം പെയേഴ്സ്, ഒരേ പെയേഴ്സ്, റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള എല്ലാ പെയേഴ്സും എവിടെ ഉണ്ടായിരിക്കും, നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കും. And which implies therefore for every t1 belongs to capital T, ordered pair t1, t1 belongs to R.
and which implies R is a reflexive relation. Is a reflexive relation. അപ്പോൾ R റിഫ്ലെക്സീവ് റിലേഷൻ ആയിരിക്കും. അപ്പൊ നോക്കുക, നമ്മൾ തൊട്ട് മുന്നേ ക്ലാസ്സിൽ കണ്ടിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു പ്രോബ്ലം ആണിത്. തൊട്ട് മുന്നത്തെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ എന്താ ചെയ്തേ, ഒരു സെറ്റ് എടുക്കും, ആ സെറ്റ് ഫൈനൈറ്റ് ആയിരിക്കും. അപ്പൊ ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ നമുക്ക് റോസ്റ്റർ ഫോമിൽ നമുക്ക് സെറ്റിന്റെ റിലേഷൻ എഴുതാൻ പറ്റും. അങ്ങനെ ആ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ റിഫ്ലക്റ്റഡ് ഇമേജസ് എല്ലാം ഉണ്ടോ നോക്കും നമ്മുടെ സെറ്റിലെ. അങ്ങനെയാണെങ്കിൽ റിഫ്ലെക്സീവ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തല്ല റിഫ്ലെക്സീവ് ആവില്ല. അവിടെ ഒന്നും കൂടി എളുപ്പമായിരുന്നു. അപ്പൊ ഇനി ഇവിടെ നമ്മൾ എന്താ ആക്ച്വലി ചെയ്യണേ, ഇവിടെ നമുക്ക് അങ്ങനെ റോസ്റ്റർ ഫോമിൽ എല്ലാ റിലേഷനെയും കംപ്ലീറ്റ് ഓരോ എലമെന്റ്സിനെയും അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, കാരണം നമ്മുടെ സെറ്റ് എന്താ, ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ടി എന്ന് പറയുന്ന സെറ്റ് എന്താ, സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി എന്താ അവിടെ ചെയ്യണമെങ്കിൽ, നമ്മളൊരു ആർബിട്രറി എലമെന്റ് അവിടെ നിന്ന് ചൂസ് ചെയ്തിട്ട് ആ ആർബിട്രറി എലമെന്റിന് ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കും, റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ എലമെന്റിനും അത് എന്ത് ചെയ്യാൻ പറ്റും, ജനറലൈസ് ചെയ്യാൻ പറ്റും. എല്ലാ എലമെന്റിനും അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആർബിട്രറി എലമെന്റ് ആയിട്ട് ഒരു ടി എന്ന് പറയുന്ന T1 എന്ന് പറയുന്ന ഒരു എലമെന്റ് ക്യാപിറ്റൽ T എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് എടുത്തു. ക്യാപിറ്റൽ T എന്ന് പറയുന്ന സെറ്റ് ട്രയാങ്കിൾസിന്റെ കളക്ഷൻ, ഒരു പ്ലെയിനിലുള്ള എല്ലാ ട്രയാങ്കിൾസും. അപ്പൊ അതിലത്തെ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ റിലേഷൻ എന്താ, T1 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ T2 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിനോട് റിലേറ്റഡ് ആവണമെങ്കിൽ T1ഉം T2 എന്ന് പറയുന്ന ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് വേണ്ടത് റിഫ്ലെക്സീവ് ഹോൾഡ് ചെയ്യണമെങ്കിൽ ആക്ച്വലി എന്താ വേണ്ടേ, റിഫ്ലക്റ്റഡ് ഇമേജസ് എല്ലാം ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ T1 എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലമെന്റ്, ഒരു ആർബിട്രറി ട്രയാങ്കിൾ നമ്മുടെ സെറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ T1 തന്നെ റിലേറ്റഡ് ആണോ എന്ന് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം എന്താ, ഒരു ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ എടുത്താലും ആ ട്രയാങ്കിൾ അതേ ട്രയാങ്കിളിന് കോൺഗ്രുവന്റ് ആണ് നമുക്കറിയാം. അപ്പൊ T1 എടുത്താൽ T1 കോൺഗ്രുവന്റ് തന്നെയാണ്. അപ്പൊ T1 is congruent to T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1 എന്ന് പറയുന്ന പേര് അവിടെ ഉണ്ടാവും, നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് ഇസ് ആർബിട്രറി എലമെന്റ്. ഇങ്ങനെ ഇതിലത്തെ ഏത് ട്രയാങ്കിൾ എടുത്താലും ആ ട്രയാങ്കിൾ അതേ ട്രയാങ്കിളിന് എന്താണ്, കോൺഗ്രുവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ T1 എന്ന് പറയുന്ന പെയർ എവിടെ ഉണ്ടായിരിക്കും, നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കും. അത് ഏതെങ്കിലും ഒരു T1 അല്ല, നമ്മൾ ആർബിട്രറി ആയി ചൂസ് ചെയ്ത എലമെന്റ് ആണ്. അങ്ങനെ ഏത് ട്രയാങ്കിൾ എടുത്താലും, ഫോർ എവറി ട്രയാങ്കിൾ ബിലോങ്സ് ടു ദ ക്യാപിറ്റൽ T, that ordered pair T1 belongs to R, which implies R is reflexive. അപ്പൊ നമുക്ക് ഈ കേസിൽ R എന്താണെന്ന് പറയാം, റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് ഫൈനൈറ്റ് സെറ്റിലെ റിഫ്ലെക്സിവിറ്റി ചെക്ക് ചെയ്യുന്നതും ഇൻഫൈനൈറ്റ് സെറ്റിലെ റിഫ്ലെക്സിവിറ്റി ചെക്ക് ചെയ്യുന്നതും രണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഒന്നുകൂടി ആലോചിക്കേണ്ട കാര്യമാണ് ഇവിടെ. ഓക്കെ, ഇവിടെ നമ്മളൊരു ആർബിട്രറി എലമെന്റ് എടുത്തിട്ട് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? റിഫ്ലെക്സീവ് റിലേഷന്റെ ഡെഫിനിഷൻ പറഞ്ഞു, അതിനെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടു. ഫൈനൈറ്റ് സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന റിഫ്ലെക്സീവ് റിലേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇൻഫൈനൈറ്റ് സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന റിഫ്ലെക്സീവ് റിലേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഒരു ഫൈനൈറ്റ് സെറ്റ് ഉണ്ടെങ്കിൽ ആ ഫൈനൈറ്റ് സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന റിഫ്ലെക്സീവ് റിലേഷൻസിന്റെ എണ്ണം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ചോദ്യം ഇതാണ്: ഇഫ് n of a equal to some m, then number of reflexive relations on A is equal to. അപ്പൊ നമുക്ക് വേണ്ടത് A എന്ന് പറഞ്ഞ ഒരു ഫൈനൈറ്റ് സെറ്റ്, അതിൽ m എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ A എന്ന് പറഞ്ഞ സെറ്റിൽ എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് തുടങ്ങാം. ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് അതിനെ ജനറൽ ആയിട്ട് ഒരു ഫോർമുലയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണേ. നമ്മൾ നോക്കാം. ലെറ്റ് A ഈക്വൽ ടു സെറ്റ് 1 2. A എന്ന് പറയുന്നത് സെറ്റ് 1 2 എന്ന് പറഞ്ഞാൽ രണ്ട് എലമെന്റേ ഉള്ളൂ, ഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പൊ നമുക്ക് റിഫ്ലെക്സീവ് റിലേഷൻസ് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കണേ. അതിന് മുമ്പ് നമുക്ക് ടോട്ടൽ എത്ര റിലേഷൻസ് ഉണ്ടായിരിക്കും എന്നൊക്കെ നോക്കാം. നമുക്കറിയാം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താ വരിക, A ക്രോസ് A ഈക്വൽ ടു 1 1 വരും, 1 2 വരും, 2 1 വരും, 2 2 വരും. ഓക്കെ, സോ n ഓഫ് A എന്ന് പറയുന്നത് 2 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A എന്ന് പറയുന്നത് 2 ആണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ബിഗ്ഗസ്റ്റ് റിലേഷൻ ഫ്രം A to A. അത് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ടോട്ടൽ എല്ലാ പെയേഴ്സിനെയും മാപ്പ് ചെയ്യണം. ആൻഡ് അങ്ങനെയാണെങ്കിൽ A ക്രോസ് A എത്ര എലമെന്റ് ഉണ്ടായിരിക്കും? n ഓഫ് A ക്രോസ് A is equal to 4 എലമെന്റ് ആണുള്ളത്, 4. ആക്ച്വലി ഇറ്റ് ഈസ് 2 സ്ക്വയർ.
അല്ലെ? 2 സ്ക്വയർ എലമെന്റ്സ് ആണ് ഉള്ളത്. കാരണം n of a cross b equal to n of a into n of a, that is 2 into 2, 2 square, that is 4. 4 എലമെന്റ്സ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് 4 എലമെന്റ് ഉള്ള ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ സെറ്റിൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ റിലേഷൻസിന്റെ എണ്ണം എന്തായിരിക്കും നമുക്കറിയാം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും റിലേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എന്താ വരിക? ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു എ. എയിൽ നിന്ന് എയിലേക്ക് എത്ര റിലേഷൻസ് ടോട്ടൽ ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു എ എത്ര വരിക? 2 raised to കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എത്ര എലമെന്റ് ആണോ അത്രയും, അല്ലെ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും? m എലമെന്റ് ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ അതിന് 2 raised to m സബ്സെറ്റ് ഉണ്ടായിരിക്കും പറഞ്ഞു. അപ്പൊ ഇവിടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ 4 എലമെന്റ് ഉള്ളത്. അപ്പൊ 4 എലമെന്റ് ഉള്ള ഈ സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും? 2 raised to 4 and that is 16 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് 16 സബ്സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലേക്ക് 16 റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം എന്താ? ഈ 16 റിലേഷൻസിലെല്ലാം റിഫ്ലെക്സീവ് ആവണമെന്നൊന്നുമില്ല. പക്ഷെ ഈ 16 എണ്ണത്തിൽ എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നോക്കാം. റിഫ്ലെക്സീവ് റിലേഷൻ ആവണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നമ്മൾ ഏത് സെറ്റിലാണോ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട് നോക്കുക. ആ എലമെന്റ്സ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആണോ നോക്കണം. അപ്പൊ നിർബന്ധമായിട്ടും നമ്മുടെ സെറ്റിൽ എത്ര പേരുള്ള? 2 ആളുണ്ട്. അപ്പൊ 2 ആളുണ്ടെങ്കിൽ ആ 2 ആളും എന്തായാലും അതേ ആൾക്കാരോട് റിലേറ്റഡ് ആയിരിക്കണം റിഫ്ലെക്സീവ് ആവണമെങ്കിൽ, അല്ലെ? അപ്പൊ 1 ഉണ്ട്, 1 ഇതിനോട് റിലേറ്റഡ് ആവണം. 1 1 റിലേറ്റഡ് ആയിരിക്കണം നിർബന്ധമായിട്ടും. 2 ഉണ്ട്, അപ്പൊ 2 ഇതിനോട് റിലേറ്റഡ് ആവണം. 2 റിലേറ്റഡ് ആവണം നിർബന്ധമായിട്ടും. അപ്പൊ ശ്രദ്ധിക്കുക, എന്തായാലും എന്ന് പറഞ്ഞ ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഏത് റിലേഷൻ ആണെങ്കിലും അവര് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഈ 2 പേര് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടുള്ള കേസാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് ഇയാളുടെ സബ്സെറ്റാണ്. അപ്പൊ ഇത് ഇയാളുടെ സബ്സെറ്റ് ആണ്. റിഫ്ലെക്സീവ് ആയിട്ടുള്ള എല്ലാ പേഴ്സും വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും ചെറിയ റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. കാരണം എന്താ ഏറ്റവും ചെറുതെന്ന് പറയാൻ കാരണം? റിഫ്ലക്റ്റഡ് ഇമേജസിനെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, വേറെ എലമെന്റ്സിനൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ 16 റിലേഷൻസിൽ ഏറ്റവും ചെറിയ റിഫ്ലെക്സീവ് റിലേഷൻ ആണ് ആര്? ഇയാള്. ഒന്നാമത്തെ ഏറ്റവും സ്മോളസ്റ്റ് റിഫ്ലെക്സീവ് റിലേഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ക്യാപിറ്റൽ എ. ഓക്കെ, ഇനി നോക്കുക. അപ്പൊ റിഫ്ലക്റ്റഡ് ഇമേജസ് എന്തായാലും ഇനി നമ്മൾ ഈ 16 റിലേഷനിൽ ഏതൊക്കെയാണോ റിഫ്ലെക്സീവ് ആവുന്നത് അവരിൽ എന്തായാലും ആരുണ്ടായിരിക്കണം? 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം, എന്നാലേ റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പൊ ഈ എലമെന്റ് ഫിക്സ്ഡ് ആണ് ഏതൊക്കെ റിലേഷൻ വന്നാലും. അപ്പൊ നോക്കി നോക്കാം. രണ്ടാമത്തെ വേറൊരു റിഫ്ലെക്സീവ് റിലേഷൻ ഇതിൽ പറയാൻ പറ്റുമോ? 1 1 ഉണ്ടാവും, 2 2 എന്തായാലും ഉണ്ടാവണം. ഇനി വേറെ എലമെന്റ്സിനെ ഏതെങ്കിലും ആഡ് ചെയ്യാലോ. നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ എലമെന്റ്സ് ആരാന്ന് ആദ്യം നോക്കുക. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് റിലേഷൻ. ഇതിന്റെ സബ്സെറ്റുകളാണ് വരിക നമ്മൾ പറഞ്ഞു, ബാക്കി റിലേഷൻസ് എല്ലാം. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ ഇതെന്തായാലും നമ്മൾ യൂസ് ചെയ്യണം, ഫിക്സ്ഡ് ആയി നിർത്തണം റിഫ്ലെക്സീവ് ആവണമെങ്കിൽ. അപ്പൊ ഇനി ബാക്കി ആരാളെ? ബാക്കി ഈ 2 എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ ആ 2 എലമെന്റ്സിനെ മാത്രം നമ്മളൊന്ന് കൺസിഡർ ചെയ്യാം. സെറ്റ് 1 2 ഉണ്ട്, സെറ്റ് 2 1 ഉണ്ട്. സെറ്റ് 1 2 ആൻഡ് 2 1. ഓക്കെ, അപ്പൊ ആ 2 കാർട്ടീഷ്യൻ പ്രോഡക്റ്റില് 2 എലമെന്റ്സ് റിഫ്ലെക്സീവ് എലമെന്റ്സ് ആണ്. ആ റിഫ്ലെക്സീവ് എലമെന്റ്സ് ഫിക്സ്ഡ് ആണ്. അപ്പൊ ഇനി അതല്ലാതെ ബാക്കി ഇനി ആരെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? ഈ ബാക്കി 2 എലമെന്റ്സേ നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ബാക്കിയുള്ളൂ. അപ്പൊ ആ ബാക്കിയുള്ള എലമെന്റ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതെങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും? ഓരോ എലമെന്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും ആഡ് ചെയ്യാതെ കിട്ടുന്ന കേസാണ് ഇത്. ഇനി നമുക്ക് ഓരോ എലമെന്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ 2 എണ്ണം കംപ്ലീറ്റ് ആഡ് ചെയ്താലും ഇതിന്റെ റിഫ്ലെക്സിവിറ്റിക്ക് പ്രത്യേകിച്ച് മാറ്റം വരില്ല. കാരണം റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ആ ഹോൾഡ് ചെയ്യുന്ന ആൾ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുക. അപ്പൊ ഇനി നോക്കിയേ, ഇതിന് ഏതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും? ഒന്ന് 1 2 വേണമെങ്കിൽ 1 2 മാത്രം ആഡ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ 1 2 അതിലത്തെ ഒരു എലമെന്റ് മാത്രം കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ ബാക്കി ആഡ് ചെയ്യാൻ പറ്റിയ 2 എലമെന്റ്സിലെ ഒരു എലമെന്റ് ആഡ് ചെയ്താലും ഇത് ഇതിന്റെ സബ്സെറ്റ് ആണ്, അല്ലെ? ഈ 3 എലമെന്റ് ഇതിൽ കിടക്കുന്നതാണ്. അപ്പൊ ഇത് ഒരു റിലേഷൻ ആണ്. ഈ 16 റിലേഷനിൽ ഒരു റിലേഷൻ ആണ് ഇയാള്. ആൻഡ് അത് റിഫ്ലെക്സീവ് ആണ്, കാരണം 1 1 ഉണ്ട്, 2 2 ഉണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തത് 1 2 ആണ്. റിഫ്ലെക്സീവ് ആണെങ്കിൽ ഫിക്സ് ചെയ്ത് നിർത്തുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. 1 1 ഉണ്ട്, 2 2 ഉണ്ട്. ഇനി 1 2 ആണ് നമ്മൾ ആദ്യം ആഡ് ചെയ്തത്. ഇനി ബാക്കി കിടക്കുന്ന എലമെന്റ് ആരാ? 2 1. അപ്പൊ 2 1 കൂടി ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കിട്ടിയത് 2 1. അപ്പൊ ഇങ്ങനെ ഈ എലമെന്റ് ആഡ് ചെയ്താലും പ്രത്യേകിച്ച് ഇതും ഇതിന്റെ സബ്സെറ്റ് ആണ്. 16 റിലേഷനിലെ അടുത്ത റിഫ്ലെക്സീവ് റിലേഷൻ. കാരണം എന്താ? 1 1 ഉണ്ട്, 2 2 ഉണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ എലമെന്റ് നമ്മൾ ഇതിലത്തെ ഏത് ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, റിഫ്ലെക്സിവിറ്റിക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ ഇനി നമ്മൾ ഒന്നാമത്തെ റിലേഷനായി, രണ്ടാമത്തെ റിഫ്ലെക്സീവ് റിലേഷനായി, മൂന്നാമത്തെ, ഇനി നാലാമത്തെ നോക്കുക. 1 1 ഫിക്സ് ചെയ്ത് നിർത്തണം, 2 2 ഫിക്സ് ചെയ്ത് നിർത്തണം.
ഇനി വേണ്ടത് എന്താ നോക്കുക, ഇതിലത്തെ ഒരു എലമെന്റ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ റിഫ്ലെക്സീവ് എലമെന്റ് അല്ലാത്ത ബാക്കി രണ്ടെണ്ണം ഉള്ളത്. ആ ബാക്കി രണ്ടെണ്ണം ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് സെപ്പറേറ്റ് റിഫ്ലെക്സീവ് റിലേഷൻസ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ, അപ്പൊ രണ്ടെണ്ണം വെവ്വേറെ ഉള്ളത് ആഡ് ചെയ്തു. ഇനി വേണമെങ്കിൽ രണ്ടും ജോയിൻ ചെയ്യാം നമുക്ക്. ഇപ്പൊ രണ്ടും ജോയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ, വേറൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വേറൊരു എലമെന്റ് ഇല്ല. അപ്പൊ നമുക്ക് 1 2 ആഡ് ചെയ്യാം, 2 1 ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ 1 2 2 1 ആഡ് ചെയ്തപ്പോഴും ഇത് റിഫ്ലെക്സീവ് തന്നെയാണ്. കാരണം എന്താ, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, ബാക്കി ആരൊക്കെ വന്നാലും പ്രശ്നമില്ല. അപ്പൊ നോക്കിയേ, ഇനി ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. 1 1 ഉണ്ട്, 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 2 2 ഉണ്ട്. എന്താ ഇറ്റ്സ് എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പൊ ആക്ച്വലി നമ്മൾ രണ്ടെണ്ണം കംപ്ലീറ്റ്, ബാക്കിയുള്ള എല്ലാവരും ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്തെന്നെ കിട്ടിയേ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് തന്നെ കിട്ടി. അത് റിഫ്ലെക്സീവ് ആണ്, കാരണം 1 1 ഉണ്ട്, 2 2 ഉണ്ട്. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ റിഫ്ലെക്സീവ് ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് റിലേഷൻ ഇതാണ്, റിഫ്ലെക്സീവ് ആയിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് റിലേഷൻ ഇതാണ്. അപ്പൊ നമ്മൾ സ്മോളസ്റ്റിൽ നിന്ന് തുടങ്ങി ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റിലേക്ക് എത്തി. അപ്പോ അതിനർത്ഥം നമുക്ക് എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് പോസിബിൾ ആണ്, 16 റിലേഷൻസ് എന്ന് പറഞ്ഞ സെറ്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതില് 4 എണ്ണമായിരിക്കും റിഫ്ലെക്സീവ് ആയിട്ടുള്ള റിലേഷൻസ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് reflexive relations on A equal to 4. അപ്പൊ 16 റിലേഷൻസിൽ 4 എണ്ണമായിരിക്കും റിഫ്ലെക്സീവ് ആയിട്ടുള്ള റിലേഷൻ. അപ്പൊ നമുക്ക് എങ്ങനെയാ ഈ 4 എണ്ണം കിട്ടിയത്, അല്ലെങ്കിൽ ആര് കാരണം ഈ 4 എണ്ണം ഉണ്ടായത്? 1 1 ഉം 2 2 കാരണമല്ല. കാരണം 1 1 ഉം 2 2 ഉം എല്ലാത്തിലും കോമൺ ആയിട്ട് കിടക്കുന്ന ഫിക്സ്ഡ് എലമെന്റ് ആണ്. റിഫ്ലെക്സിവിറ്റി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലമെന്റ് ആണ് 1 1 ഉം 2 2. ഓക്കെ, പക്ഷെ അതല്ല നമ്മുടെ റിഫ്ലെക്സീവ് റിലേഷൻസിന്റെ എണ്ണത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. എണ്ണം, ഈ റിഫ്ലെക്സീവ് എണ്ണം ഇത്രയും 4 എണ്ണം വരാൻ പോസിബിൾ ആയിട്ട് ആരാ, നമ്മൾ ഈ എലമെന്റ്സ്, അതായത് റിഫ്ലെക്സീവ് അല്ലാത്ത കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ബാക്കി ആരൊക്കെ കിടക്കുന്നോ അവരെ ആഡ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് റിഫ്ലെക്സീവ് റിലേഷൻ കുറെ എണ്ണം കിട്ടിയത്. അപ്പൊ ഒന്ന് ജസ്റ്റ് നോക്കാം. റിഫ്ലെക്സീവ് അല്ലാത്ത ബാക്കി എലമെന്റ്സിനെ മാത്രം നമ്മൾ എഴുതിയ സെറ്റ് ആണിത്. ഇതിന്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാന്ന് നോക്കുക. 2 എലമെന്റ് ആണ്. 2 എലമെന്റ് ഉള്ള സബ്സെറ്റ്, 2 എലമെന്റ് ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും? 2 4 സബ്സെറ്റ് ഉണ്ടായിരിക്കും. ഏതൊക്കെയായിരിക്കും 4? ഒന്ന് നൾ സെറ്റ് വരും, നൾ സെറ്റ് എല്ലാവരുടെയും സബ്സെറ്റ് ആണ്. അടുത്തത് ആരാ വരിക? സിംഗിൾ ടെൻസ് വരും. സിംഗിൾ ടെൻസ് 1 2 എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ഉള്ള സെറ്റ്. അടുത്തത് ആരാ? സിംഗിൾ ടെൻസ് അടുത്തത് ഒരു എലമെന്റ് ഉള്ളത്. ഇതിന് മാത്രം എടുത്ത് എഴുതാം. അപ്പോ സിംഗിൾ ടെൻ നൾ സെറ്റ് കഴിഞ്ഞു, സിംഗിൾ ടെൻസ് പോസിബിൾ ആയിട്ടുള്ള 2 എണ്ണം. ഇനി ഏതാ വരുള്ളൂ? ഇനി 2 എലമെന്റ്. 2 എണ്ണം എന്ന് പറഞ്ഞാൽ ഇതേ സെറ്റ് തന്നെ, ഫുൾ സെറ്റ് വരും. അപ്പൊ ഏതൊക്കെയാ? 1 2 2 1. ഓക്കെ, അപ്പൊ എത്ര സബ്സെറ്റ് ഉണ്ട്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ റിഫ്ലെക്സീവ് എലമെന്റ്സ് ഫിക്സ്ഡ് ആണ്. അപ്പൊ റിഫ്ലെക്സീവ് എലമെന്റ്സ് അല്ലാത്ത ബാക്കി എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടോ ആ സബ്സെറ്റുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ റിലേഷൻസ് 4 എണ്ണം നോക്കിയേ. ഇതിലത്തെ നൾ സെറ്റ് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്തപ്പോഴാണ് നമുക്ക് ആരെ കിട്ടി? സിംപ്ലസ്റ്റ് റിലേഷൻ കിട്ടിയത്. നൾ സെറ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല, എം ടി സെറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ്, ഏറ്റവും സ്മോളസ്റ്റ് റിഫ്ലെക്സീവ് റിലേഷൻ കിട്ടി. ഓക്കെ, അടുത്ത എലമെന്റിനെ 1 2 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇതിലേക്ക് 1 2 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ആരെ കിട്ടിയത്? 1 2 ആഡ് ചെയ്തപ്പോഴാണ് അടുത്ത റിഫ്ലെക്സീവ് റിലേഷൻ കിട്ടിയത്. 2 1 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? അടുത്ത റിഫ്ലെക്സീവ് റിലേഷൻ കിട്ടിയത്. പിന്നെ 1 2 2 1 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് അടുത്ത ലാർജസ്റ്റ് റിഫ്ലെക്സീവ് റിലേഷൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കിട്ടിയത്. അപ്പൊ ആക്ച്വലി ഇതിലത്തെ ഓരോന്നും ആഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് റിഫ്ലെക്സീവ് റിലേഷൻസിന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നത്. ഓക്കെ, അല്ലാതെ ഈ റിഫ്ലെക്സീവ് എലമെന്റ്സ് അല്ല എണ്ണത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. റിഫ്ലെക്സീവ് റിലേഷൻസിന്റെ എണ്ണം ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ റിഫ്ലെക്സീവ് അല്ലാതെ ബാക്കി എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സിന് എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും റിഫ്ലെക്സീവ് റിലേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ സബ്സെറ്റ് നോൺ റിഫ്ലെക്സീവ് ആയിട്ടുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എലമെന്റ്സിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടോ ആ സബ്സെറ്റുകളാണ് ആർക്ക് കാരണം? നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസിന് കാരണം. കാരണം നോക്കിയേ, നൾ സെറ്റ് ആഡ് ചെയ്തപ്പോൾ ഒരെണ്ണം കിട്ടി, അടുത്ത ഒരെണ്ണം ആഡ് ചെയ്തപ്പോൾ അടുത്ത ആളെ കിട്ടി, അടുത്ത സിംഗിൾ ടൺ ആഡ് ചെയ്തപ്പോൾ അടുത്ത റിഫ്ലെക്സീവ് റിലേഷൻ കിട്ടി, പിന്നെ ലാസ്റ്റ് വൺ ആഡ് ചെയ്തപ്പോൾ അടുത്ത റിഫ്ലെക്സീവ് റിലേഷൻ കിട്ടി. അപ്പൊ ആക്ച്വലി 4 സബ്സെറ്റ്സ് ആണ് ഇതിന് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ എത്ര റിഫ്ലെക്സീവ് റിലേഷൻ കിട്ടി? 4 റിഫ്ലെക്സീവ് റിലേഷൻ കിട്ടി. അപ്പോ എന്തിന്റെ എണ്ണമാണ് റിഫ്ലെക്സീവ് റിലേഷൻസിന്റെ എണ്ണം? ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് ഓൺ എ സെറ്റ് ക്യാപിറ്റൽ A is equal to the number of possible subsets of the set
which includes only the non-reflexive elements of the Cartesian product. അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റില് നോൺ റിഫ്ലക്സീവ് ആയിട്ട്, നോൺ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവ് അല്ലാത്ത ബാക്കി ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സിന്റെ സെറ്റിൽ എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും റിഫ്ലക്സീവ് റിലേഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നോക്കിയേ, നമ്പർ ഓഫ്, നമുക്ക് നോക്കി നോക്കാം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 സ്ക്വയർ എലമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ 2 സ്ക്വയർ എലമെന്റ് ആണുള്ളത്. ഇനി നമ്പർ ഓഫ് റിഫ്ലക്സീവ് elements in A cross A. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ റിഫ്ലക്സീവ് എലമെന്റ്സിന്റെ എണ്ണം എത്ര എണ്ണം ഉള്ളത്? സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടോ അത്രയും റിഫ്ലക്സീവ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. 1 1 റിലേറ്റഡ് ആവണം, 2 2 റിലേറ്റഡ് ആവണം. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ട്? നമ്മുടെ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടോ അത്ര എലമെന്റ് റിഫ്ലക്സീവ് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, അപ്പൊ 2 എണ്ണം. ഓക്കെ, ഇനി നമ്പർ ഓഫ് non-reflexive elements in A cross A. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ A cross A യിലെ നോൺ റിഫ്ലക്സീവ് ആയിട്ടുള്ള, റിഫ്ലക്സീവ് അല്ലാത്ത എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? അപ്പൊ റിഫ്ലക്സീവ് അല്ലാത്ത എലമെന്റ്സ് എത്ര എണ്ണം? 2 എണ്ണം. ഇനി അത് എങ്ങനെ കിട്ടുക? ഇവിടെ 2 എണ്ണം നമുക്ക് നോക്കിയാൽ പറയാൻ പറ്റും. ജനറലി റിഫ്ലക്സീവ് ആയിട്ടുള്ള എത്ര എലമെന്റ് ഉണ്ടോ അത് ടോട്ടൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എലമെന്റിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ ടോട്ടൽ നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എത്ര എലമെന്റ് ആണുള്ളത്? 2 സ്ക്വയർ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ 2 സ്ക്വയർ എലമെന്റ്സിൽ നിന്ന് റിഫ്ലക്സീവ് ആയിട്ട് എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ അവരെ ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നോൺ റിഫ്ലക്സീവ് എലമെന്റ്സ് കിട്ടും. ഓക്കെ, അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിന്ന് റിഫ്ലക്സീവ് എലമെന്റ്സിനെ ഒഴിവാക്കിയാൽ നോൺ റിഫ്ലക്സീവ് എലമെന്റ്സ് കിട്ടും എന്ന് പറഞ്ഞാൽ ടോട്ടൽ നോൺ റിഫ്ലക്സീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ എണ്ണം മൈനസ് റിഫ്ലക്സീവ് എലമെന്റ്സിന്റെ എണ്ണം. ഓക്കെ, അപ്പോ നോൺ റിഫ്ലക്സീവ് ആയിട്ടുള്ള ആ സെറ്റ് ആണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത്. റിഫ്ലക്സീവ് എലമെന്റ്സിനെ ഒഴിവാക്കി ബാക്കിയുള്ള നോൺ റിഫ്ലക്സീവ് ആയിട്ടുള്ള എലമെന്റ്സ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എഴുതി. അപ്പൊ ഇതിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും? ആ സബ്സെറ്റിന്റെ എണ്ണം തന്നെയാണ് ആരുടെ എണ്ണം? നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻസിന്റെ എണ്ണം. അപ്പോ നോൺ റിഫ്ലക്സീവ് ആയിട്ടുള്ള എലമെന്റ്സ് 2 എണ്ണം. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 4 മൈനസ് 2 2 തന്നെ വരും അല്ലെ? 2 തന്നെയാണ് കിട്ടുക. അപ്പൊ ഇതിന് ഈ 2 എലമെന്റ് ഉള്ള സബ്സെറ്റിന് എത്ര, 2 എലമെന്റ് ഉള്ള സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും? 2⁴ സബ്സെറ്റ് ഉണ്ടായിരിക്കും, 2⁴2 സബ്സെറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് വിച്ച് ഇംപ്ലൈസ് നമ്പർ ഓഫ് റിലേഷൻസ്, റിഫ്ലക്സീവ് റിലേഷൻസ് ഫ്രം A to A എന്താ വരിക? നോൺ റിഫ്ലക്സീവ് ആയിട്ടുള്ള എലമെന്റ്സിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടോ അത്രയും റിഫ്ലക്സീവ് റിലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ 2⁴2 അല്ലെ, 2 എലമെന്റുള്ള സെറ്റ് ആണെങ്കിൽ അതിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും? 2⁴2 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് 4 റിഫ്ലക്സീവ് റിലേഷൻ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്കൊന്ന് മാറ്റി ചെയ്താൽ ഈ 2ന് പകരം ഇത് കൊടുത്തൂടെ? എന്താ വരിക? 2⁴2 സ്ക്വയർ മൈനസ് 2 റിഫ്ലക്സീവ് റിലേഷൻസ്. അപ്പൊ ശ്രദ്ധിക്കുക, 2 എലമെന്റ് ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ 2 സ്ക്വയർ എലമെന്റ്സ് ഉണ്ടായിരിക്കും. അതിൽ റിഫ്ലക്സീവ് എലമെന്റ്സ് സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടോ അത് തന്നെ ആയിരിക്കും, 2 തന്നെ ആയിരിക്കും. നോൺ റിഫ്ലക്സീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ ടോട്ടൽ എണ്ണം മൈനസ് റിഫ്ലക്സീവ് എലമെന്റ്സിന്റെ എണ്ണം. ആൻഡ് അങ്ങനെ എടുത്ത സബ്സെറ്റ്, നോൺ റിഫ്ലക്സീവ് ആയിട്ട് എടുത്തിട്ടുള്ള സബ്സെറ്റിന് സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും റിഫ്ലക്സീവ് റിലേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 2⁴2 സ്ക്വയർ മൈനസ് 2 റിലേഷൻസ് ഉണ്ടായിരിക്കുന്ന അർത്ഥം. ഓക്കെ, അപ്പോ ഇതിലൊന്ന് ജനറൽ ആയിട്ട് ഇപ്പൊ നമ്മൾ 2 എലമെന്റ് ഉള്ള സെറ്റ് എടുത്തേ. ഓക്കെ, അപ്പോ വേറെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ ലെറ്റ് A ഈക്വൽ ടു 1 2 3. 3 എലമെന്റ് ഉള്ളതാന്ന് വിചാരിക്കൂ. ഇനി എഴുതൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. 3 എലമെന്റ് ഉള്ളതാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട എന്താ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് എഴുതാം. A ക്രോസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 1 വരും, 1 2 വരും, 1 3 വരും, 2 1 വരും, 2 2 വരും, 2 3 വരും, 3 1 വരും, 3 2 വരും, 3 3 വരും അല്ലേ? അപ്പൊ നോക്കുക, കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ N ഓഫ് A ക്രോസ് എന്ന് പറയുന്നത് എത്രയാ? 3 എലമെന്റ് ഉള്ള സെറ്റ് ആണ്. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ 3 × 3 റിലേഷൻസ്, ദാറ്റ് ഈസ് 9. 3 × 3 എലമെന്റ്സ്, ദാറ്റ് ഈസ് 9. ആണെങ്കിൽ 3 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് റിഫ്ലക്സീവ് എലമെന്റ്സ്. അപ്പൊ നമുക്ക് റിഫ്ലക്സീവ് റിലേഷൻസ് എത്ര ഉണ്ടെന്ന് നോക്കണ്ടേ? അപ്പൊ എത്ര എണ്ണം ഉണ്ടാവും?
നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റില് റിഫ്ലെക്സീവ് എലമെന്റ്സ് അല്ലാതെ ബാക്കി എലമെന്റ്സ് എത്ര വരുന്നോ അതിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കുന്ന നോക്കണ്ടേ. അപ്പോ റിഫ്ലെക്സീവ് എലമെന്റ്സ് ഈ 3 വരിക അല്ലെ. അപ്പൊ നമ്പർ ഓഫ് റിഫ്ലെക്സീവ് എലമെന്റ്സ് എത്രയാ? 3 തന്നെ വരും. നമ്പർ ഓഫ് നോൺ റിഫ്ലെക്സീവ് എലമെന്റ്സ് എത്രയാ വരിക? റിഫ്ലെക്സീവ് ടോട്ടൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ 3 സ്ക്വയർ എലമെന്റ്സ് ആണ്. അതിൽ നിന്ന് റിഫ്ലെക്സീവ് എലമെന്റ്സിനെ ഒഴിവാക്കിയ നോൺ റിഫ്ലെക്സീവ് എലമെന്റ്സിന്റെ എണ്ണം കിട്ടും. ദാറ്റ് ഈസ് 3 സ്ക്വയർ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എണ്ണം മൈനസ് റിഫ്ലെക്സീവ് എലമെന്റ്സിന്റെ എണ്ണം. ഓക്കെ, അപ്പൊ സെറ്റിലെ എത്ര എലമെന്റ് ഉണ്ടോ അത്രയും റിഫ്ലെക്സീവ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ നോൺ റിഫ്ലെക്സീവ് ആയിട്ടുള്ള ഇതുപോലെ നോൺ റിഫ്ലെക്സീവ് ആയിട്ട് ആരൊക്കെ വരിക? നോൺ റിഫ്ലെക്സീവ് ആയിട്ട് 6 എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ 6 എലമെന്റിന് എത്ര സബ്സെറ്റ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇത് ഫിക്സ് ചെയ്ത് നിർത്തി ബാക്കിയുള്ള ആൾക്കാരുടെ സബ്സെറ്റ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിന് ഈ 6 എലമെന്റ്സിന് നോൺ റിഫ്ലെക്സീവ് ആയിട്ടുള്ള 6 എലമെന്റ്സിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടോ അത്രയും റിഫ്ലെക്സീവ് റിലേഷൻസ് കിട്ടും അല്ലെ. അപ്പോ നോൺ റിഫ്ലെക്സീവ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ എണ്ണം എത്രയാ? 3 സ്ക്വയർ മൈനസ് 3. അപ്പൊ 3 സ്ക്വയർ മൈനസ് 3 ആണെങ്കിൽ ഈ 3 സ്ക്വയർ മൈനസ് 3 എലമെന്റ് ഉള്ള സെറ്റിന്റെ സബ്സെറ്റുകൾ എത്രയാണോ അത്രയും റിഫ്ലെക്സീവ് റിലേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എത്ര ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻ ഫ്രം എ ടു എ ഈക്വൽ ടു m എലമെന്റ് ഉള്ള സെറ്റ് ആണെങ്കിൽ 2m സബ്സെറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ 3 സ്ക്വയർ മൈനസ് 3 എലമെന്റ്സ് ഉള്ള സെറ്റ് ആണെങ്കിൽ 2 സ്ക്വയർ മൈനസ് 3 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഓരോ സബ്സെറ്റും ഈ റിഫ്ലെക്സീവ് എലമെന്റ്സിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അത്രയും റിഫ്ലെക്സീവ് റിലേഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ സെറ്റ് വിത്ത് 3 എലമെന്റ് 3 എലമെന്റ് ഉള്ള ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന റിഫ്ലെക്സീവ് എലമെന്റ്സിന്റെ എണ്ണം എത്രയായിരിക്കും? 2 സ്ക്വയർ മൈനസ് 3 and that is equal to 2 സ്ക്വയർ 9 minus 3 that is 2 റിഫ്ലെക്സീവ് റിലേഷൻസ് ഉണ്ടായിരിക്കും പറഞ്ഞത്. അപ്പൊ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. നോക്കിയേ, 2 എലമെന്റ് ഉള്ള സെറ്റ് ആണെങ്കിൽ 2 സ്ക്വയർ മൈനസ് 2 റിഫ്ലെക്സീവ് റിലേഷൻസ്. 3 എലമെന്റ് ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ 2 സ്ക്വയർ മൈനസ് 3 റിഫ്ലെക്സീവ് റിലേഷൻസ്. അപ്പൊ ഇൻ ജനറൽ നമുക്ക് നോക്കാം. If n of a equal to 2 ആണെങ്കിൽ number of reflexive relation എന്ന് പറയുന്നത് 2 സ്ക്വയർ മൈനസ് 2. If n of a equal to 3 ആണെങ്കിൽ number of reflexive relation എന്ന് പറയുന്നത് 2 സ്ക്വയർ മൈനസ് 3 അല്ലേ. അപ്പൊ ജനറലി m എലമെന്റ് ഉള്ള ഒരു സെറ്റ് ആണെന്ന് വിചാരിക്കുക. m എലമെന്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഫോർ എക്സാമ്പിൾ 1 2 3 എക്സെട്ര അപ് ടു m എലമെന്റ്സ് ഉണ്ട്. അപ്പൊ m എലമെന്റ് ഉള്ള സെറ്റ് ആണെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുമ്പോൾ ആക്ച്വലി എങ്ങനെ വരിക? 1 2 3 എക്സെട്ര m 1 2 3 എക്സെട്ര m ജസ്റ്റ് ഇങ്ങനെ എഴുതാം. അപ്പൊ എല്ലാ പോസിബിൾ പെയേഴ്സും വരും. 1 1 വരും, 1 2 വരും, എക്സെട്ര 1 m വരും, അങ്ങനെ എക്സെട്ര m1 വരും അല്ലെ, m2 വരും, എക്സെട്ര m വരും. അതുപോലെ 2 1 2 2 എക്സെട്ര 2m. അങ്ങനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ്ലി എഴുതാൻ പറ്റും. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എത്ര എലമെന്റ് ഉണ്ടാവും നോക്കിയേ. അപ്പോ m എലമെന്റുള്ള സെറ്റ് ആണെങ്കിൽ if n of a equal to m ആണെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ a ക്രോസ് a എത്ര എലമെന്റ് ഉണ്ടായിരിക്കും? m into, അതായത് n of a into n of a and that is m into m, that is n square. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റില് m സ്ക്വയർ എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ടോട്ടൽ ഇതിൽ അല്ലെ m പോസിബിലിറ്റീസ് ടോട്ടൽ m സ്ക്വയർ എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ m സ്ക്വയർ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് പറഞ്ഞാൽ 2m സ്ക്വയർ നമുക്ക് അറിയാം. അപ്പൊ അതിൽ എത്ര റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ടാവും എന്ന് അറിയണമെങ്കിൽ റിഫ്ലക്റ്റഡ് ഇമേജസ് അല്ലെങ്കിൽ റിഫ്ലെക്സീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആരൊക്കെയാ? ഈ റിഫ്ലെക്സീവ് ആയിട്ടുള്ള എലമെന്റ്സിനെ ഒഴിവാക്കി ഇത് ഫിക്സ് ചെയ്ത് നിർത്തണം. ബാക്കി എലമെന്റ്സിന് എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും റിഫ്ലെക്സീവ് റിലേഷൻസ് ഉണ്ടായിരിക്കുന്ന പറഞ്ഞേ അല്ലെ. അപ്പോ എത്ര റിഫ്ലെക്സീവ് എലമെന്റ്സ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഉണ്ടായിരിക്കും? സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടോ അത്രയും റിഫ്ലെക്സീവ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. 1 1 2 2 3 3 4 4 എക്സെട്ര m. അപ്പൊ നോക്കാം, നമ്പർ ഓഫ് റിഫ്ലെക്സീവ് എലമെന്റ്സ് ഇൻ a cross a equal to റിഫ്ലെക്സീവ് എലമെന്റ്സിന്റെ എണ്ണം എത്ര തന്നെയാ? സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടോ അത്രയും റിഫ്ലെക്സീവ് എലമെന്റ്സ് ഉണ്ടായിരിക്കും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ. അപ്പൊ m. ഓക്കെ,
ഇനി അപ്പൊ നമുക്ക് വേണ്ടത് നോൺ റിഫ്ലെക്സീവ് എലമെന്റ്സ് എത്ര ഉണ്ടോ അതിന് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് നോക്കണ്ടേ. അപ്പൊ നോൺ റിഫ്ലെക്സീവ് എന്താ വരിക? നമ്പർ ഓഫ് നോൺ റിഫ്ലെക്സീവ് എലമെന്റ്സ് ഇൻ എ ക്രോസ് എ is equal to എങ്ങനെ നോൺ റിഫ്ലെക്സീവ് എലമെന്റ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുക? ടോട്ടൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റില് m സ്ക്വയർ എലമെന്റ്സ് ഉണ്ട്, അതിൽ റിഫ്ലെക്സീവ് എലമെന്റ്സ് m എണ്ണം ഉണ്ട്. അപ്പൊ റിഫ്ലെക്സീവ് അല്ലാത്തതിനെയാണ് നമ്മൾ നോൺ റിഫ്ലെക്സീവ് എന്ന് പറയണേ. അപ്പോ m സ്ക്വയർ എലമെന്റ്സിൽ നിന്ന് ഈ m റിഫ്ലെക്സീവ് എലമെന്റ്സിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നോൺ റിഫ്ലെക്സീവ് ആയിട്ടുള്ള എലമെന്റ്സിനെ കിട്ടും. അപ്പൊ ടോട്ടൽ m സ്ക്വയർ ആണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഉള്ളത്, അതിൽ നിന്ന് m റിഫ്ലെക്സീവ് എലമെന്റ്സ് ഒഴിവാക്കിയ നോൺ റിഫ്ലെക്സീവ് എലമെന്റ്സിന്റെ എണ്ണം കിട്ടും. ഓക്കെ, അപ്പൊ നോൺ റിഫ്ലെക്സീവ് എലമെന്റ്സിന്റെ എണ്ണമായി. ഇനി നമുക്ക് വേണ്ട എങ്ങനെയാ റിഫ്ലെക്സീവ് റിലേഷൻസ് നമ്മൾ ഉണ്ടാക്കി? ആദ്യം ഈ ആൾക്കാരെ ഫിക്സ് ചെയ്തു. റിഫ്ലെക്സീവ് എലമെന്റ്സ് എന്തായാലും വേണം റിഫ്ലെക്സീവ് റിലേഷനിൽ. പിന്നെ ബാക്കിയുള്ള യൂസ് ചെയ്യാത്ത ആൾക്കാർ നോൺ റിഫ്ലെക്സീവ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ എത്ര സബ്സെറ്റുകൾ ഉണ്ടോ ആ ഓരോ സബ്സെറ്റും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ 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 റിഫ്ലെക്സീവ് റിലേഷൻസിനും കിട്ടുന്നത്. അപ്പൊ ബാക്കി നോൺ റിഫ്ലെക്സീവ് ആയിട്ടുള്ള എത്ര എലമെന്റ്സ് ഇതാ ഇവിടെ കിടക്കുന്ന എലമെന്റ്സും ഇവിടെ കിടക്കുന്ന എലമെന്റ്സും ബാക്കി എത്ര നോൺ റിഫ്ലെക്സീവ് എലമെന്റ്സ് ഉണ്ടോ ആ റിഫ്ലെക്സീവ് എലമെന്റ്സിന്റെ സെറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അതിന് എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും റിഫ്ലെക്സീവ് റിലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോ m സ്ക്വയർ മൈനസ് m നോൺ റിഫ്ലെക്സീവ് എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ m സ്ക്വയർ മൈനസ് m നോൺ റിഫ്ലെക്സീവ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും? therefore number of reflexive relation on A equal to അപ്പൊ m എലമെന്റുള്ള സെറ്റ് ആണെങ്കിൽ 2m സബ്സെറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ m സ്ക്വയർ മൈനസ് m എലമെന്റ്സ് ഉള്ള സെറ്റ് ആണെങ്കിൽ അതിന് 2m സ്ക്വയർ മൈനസ് m സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. അതിനർത്ഥം 2m സ്ക്വയർ മൈനസ് m റിഫ്ലെക്സീവ് റിലേഷൻസ് A എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് എ ജനറൽ ഫോർമുല. അപ്പൊ m എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ ആ സെറ്റിൽ എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? 2m സ്ക്വയർ മൈനസ് m റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ശ്രദ്ധിക്കുക, if n of a equal to m, then number of reflexive relations on A is equal to 2m square minus m. And that is very important and this is the result. Okay, ഈ പാറ്റേൺ തന്നെയാണ് എല്ലായിടത്തും ഫോളോ ചെയ്യണേ. രണ്ട് എലമെന്റ് ഉള്ള സെറ്റ് ആണെങ്കിൽ m ന് പകരം 2 കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക? 2 square minus 2. m equal to 2 ആണെങ്കിൽ 2 3 square minus 3. And n equal to 4, m equal to 4 ആണെങ്കിലും 5 ആണെങ്കിലും ഇപ്പൊ ഫൈനൈറ്റ് കേസ് ഏതാണെങ്കിലും ഒരു ഫൈനൈറ്റ് സെറ്റ് എടുക്കുകയാണെങ്കിൽ m എലമെന്റ് ആ സെറ്റിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ m എലമെന്റ് ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ ആ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റിയ റിഫ്ലെക്സീവ് റിലേഷന്റെ എണ്ണം എത്രയായിരിക്കും? 2m square minus m. ഓക്കെ, സോ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് എക്സാമ്പിൾ പറഞ്ഞത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് റിഫ്ലെക്സീവ് റിലേഷൻ ഇൻഫൈനൈറ്റ് സെറ്റിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും നോക്കി. അതുപോലെ ഒരു സെറ്റ് ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ അതിൽ എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും നോക്കി. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിഫ്ലെക്സീവ് റിലേഷനിൽ നോക്കാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ സിമെട്രിക് റിലേഷനിലേക്ക് എത്തും. ഓക്കെ, സോ താങ്ക് യു.